ഞങ്ങളൊരു 9:30 ആയപ്പോൾ വിളിച്ചു, പിന്നെ ഒരു 11:30 ആയപ്പോൾ ഒന്ന് വിളിച്ചു. അപ്പോഴൊക്കെ അന്ന് അവിടെ നല്ല മഴ പെയ്യാണ്. അപ്പം അവനൊറ്റക്കായിരുന്നു അവിടെ ഉണ്ടായത്. അപ്പോൾ ഞങ്ങൾ വിളിച്ചു, അപ്പം പറഞ്ഞു അവിടുത്തെ ആൾക്കാരെ വിട്ടിട്ട് വരുന്നില്ല എന്നാണ് പറഞ്ഞത് ഞങ്ങളോട്. ഓന് മേൽമുറി നിന്ന സമയത്തും അവിടെ ഒരു പൊട്ടിയിട്ട് ഒരു നിൽക്കുന്ന പള്ളീൻ്റെ അപ്പുറം ഇപ്പുറമെല്ലാം പൊട്ടി. ആ പള്ളി മാത്രം ഒറ്റപ്പെട്ട് അങ്ങനെ നിന്ന സമയത്തും ഓനെല്ലാവരും പോയി രക്ഷപ്പെടുത്തി പള്ളീൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നാക്കി. വീടെടുക്കുന്നുണ്ട് മൂപ്പര് ബത്തേരി. അതിൻ്റെ കുറ്റടിക്കൽ കർമ്മത്തിനും കട്ടൽ വെക്കലിനും വാർപ്പിനും ഇതൊക്കെ എന്നെ ക്ഷണിച്ചിരുന്നു. പോകാൻ പറ്റിയില്ല. എല്ലാം കൊണ്ടും ഞങ്ങൾ എന്താ പറയുക, ഞാനിപ്പോൾ അന്തരിച്ച ഷിഹാബ് ഫൈസിയുടെ വീട്ടിലാണ് എത്തിയിട്ടുള്ളത്. ഞാനിപ്പോൾ എത്തുന്ന സമയം ഏകദേശം വൈകുന്നേരം 5 മണി കഴിഞ്ഞ ഒരു സമയമാണ്. ഞാനിവിടെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മരണാനന്തര കർമ്മങ്ങളായിട്ടുള്ള 3 എന്ന ചടങ്ങൊക്കെ കഴിഞ്ഞ് അതിനുവേണ്ടി നാട്ടുകാരൊക്കെ ഇവിടെ ഒരുമിച്ച് ചേർന്ന ഒരു സമയത്താണ്. എന്നോടൊപ്പം ഈ മഹലിൻ്റെ പ്രസിഡൻ്റ് അല്ലേ, ഈ പേരൊന്നും ഫൈസിയുടെ ഒരു മരണം നമുക്കെല്ലാവർക്കും ഇതേപോലെ വേദന ഉണ്ടാക്കുന്ന ഒന്നാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം ആ സംഭവം അവിടെ നടക്കുമ്പോൾ, ഒന്നാമത്തെ ആ മലവെള്ളപ്പാച്ചിലൊക്കെ നടക്കുമ്പോൾ പോലും ഞാൻ എങ്ങനെയാണ് ഇവിടേക്ക് വരിക, ഇവിടെ വിട്ടു പോരുക എന്നുള്ളൊരു പറഞ്ഞു പോകുന്ന ഒരാളാണ്. അപ്പോൾ അത്തരം ഒരാൾ ഈ മഹലിന് വളരെ വേണ്ടപ്പെട്ട ഒരാൾ തന്നെ. എന്താ ഒരു ഓർമ്മയൊക്കെ എന്താണ്? ഓർമ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു അധ്യാപകനാണ്, നല്ല മക്കളെ പഠിപ്പിക്കാൻ സമർത്ഥനാണ്. പിന്നെ എല്ലാവരോടും നല്ല പുഞ്ചിരിച്ച് ഏത് സമയത്താണ് നല്ല സന്തോഷമായിട്ട് നടക്കുന്ന ഒരാളാണ്. ആരോടും എതിർത്തൊരു സംസാരമോ അതല്ലെങ്കിൽ പിന്നെ മനുഷ്യരോട് സംസാരിക്കാത്ത രീതി അങ്ങനെ എപ്പോഴും നല്ല സ്മാർട്ടായിട്ട് ഏത് സമയത്ത് സന്തോഷത്തോടു കൂടി ഉള്ളൊരു പ്രവണതയാണ് മുമ്പിൽ എപ്പോഴും കാണാറുള്ളത്. എപ്പോൾ എന്തറിഞ്ഞില്ല ആര് വിളിച്ചാലും ആ സമയത്ത് എത്തിപ്പെടും. എല്ലാ കാര്യവും സഹകരണം കംപ്ലീറ്റ് അവർക്ക് എല്ലാ കാര്യവും സഹകരണം ഉണ്ടാവും. അങ്ങനത്തെ വ്യക്തിയായിരുന്നു മുമ്പിൽ. ഈ മഹലിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു തീർച്ചയായിട്ടും നമ്മൾ മഹല്ല് കമ്മിറ്റിൻ്റെ പിന്നെ ഓഡിറ്ററാണ്, അക്കൗണ്ട്സ് ഓഡിറ്ററാണ്. ഈ കഴിഞ്ഞ പ്രാവശ്യം വരെ ഈ കഴിഞ്ഞ മാസത്തിൻ്റെ അക്കൗണ്ട്സ് വരെ മുമ്പ് ഓഡിറ്റ് ചെയ്ത് തന്നതാണ്. അതിനൊക്കെ സജീവമായി പ്രവർത്തിക്കുന്ന മനുഷ്യനാണ് ആയിരുന്നു. അപ്പോൾ ഷിഹാബ് ഫൈസിയുടെ പിതാവ് നമ്മുടെ കൂടെ ചേരുകയാണ്. ഈ വിവരം അറിയുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ മുൻപേയൊക്കെ നിങ്ങളുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്നുണ്ടോ? ഞങ്ങൾ അന്ന് രാത്രി ഞങ്ങൾ വിളിച്ചിരുന്നു. എത്ര മണിക്കാണ്? ഞങ്ങളൊരു 9:30 മണിക്ക് വിളിച്ചു, ഒരു 11:30 മണിക്കൊക്കെ വിളിച്ചു. അപ്പോൾ അന്നൊക്കെ നല്ല മഴ പെയ്യാണ്. അപ്പോൾ പറഞ്ഞത് അവിടുത്തെ ആൾക്കാരെ വിട്ടിട്ട് വരാൻ പറ്റില്ല എന്നാണ് ഞങ്ങളോട് മറുപടി പറഞ്ഞത്. 2 വട്ടം വിളിച്ചപ്പോഴും അങ്ങനെയാണ് പറഞ്ഞത്. അതിൻ്റെ മുന്നേ എന്താണ് ഇവിടെ വീട്ടിലൊക്കെ വന്ന് പോയിട്ടുള്ളത്? വീട്ടിൽ അതിൻ്റെ 2 ദിവസം മുന്നേ പോയിട്ടുള്ളൂ. ഇവിടെ ലീവിന് വന്നു, 2 ദിവസം കഴിഞ്ഞപ്പോൾ പോയതാണ്. സാധാരണ രീതിയിൽ ലീവിനൊക്കെ വരുന്ന സമയത്ത് ഇവിടെ ഒത്തിരി ദിവസം താമസിച്ചിട്ട് 2 ദിവസം നിൽക്കുള്ളൂ. വ്യാഴാഴ്ചയാണ് ലീവ്, വെള്ളിയാഴ്ച രാവിലെ പോകും. അങ്ങനെ ബുധനാഴ്ച ഇടയ്ക്ക് വരുള്ളൂ. അധികം വ്യാഴാഴ്ചയാണ് വരൽ. പിന്നെ വെള്ളിയാഴ്ച രാവിലെ പോകും. പള്ളിയിലെത്താൻ വേണ്ടിയിട്ട് ഒരു 8:30-9 മണിക്ക് ഇവിടുന്ന് പോകും. ഈ അന്ന് എത്ര മണിക്ക്? ഏകദേശം 8 മണി 9 മണിക്കാണ് വിളിക്കുന്നത് അല്ലേ? ഞങ്ങളൊരു 9:30 ആയപ്പോൾ വിളിച്ചു, പിന്നെ ഒരു 11:30 ആയപ്പോൾ ഒന്ന് വിളിച്ചു. അപ്പോഴൊക്കെ അന്ന് അവിടെ നല്ല മഴ പെയ്യാണ്. അപ്പം അവനൊറ്റക്കായിരുന്നു അവിടെ ഉണ്ടായത്. അപ്പോൾ ഞങ്ങൾ വിളിച്ചു, അപ്പം പറഞ്ഞു അവിടുത്തെ ആൾക്കാരെ വിട്ടിട്ട് വരുന്നില്ല എന്നാണ് പറഞ്ഞത് ഞങ്ങളോട്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ നിർബന്ധിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നിർബന്ധിച്ചൊന്നുമില്ല. ഞങ്ങൾ 2-3 വട്ടം വിളിച്ചിട്ട് പിന്നെ ഫോൺ കട്ട് ചെയ്തു, വരുന്നില്ല. പിന്നെ നേരം വിളക്കാൻ കാലത്ത് വിളിച്ചപ്പോൾ ഫോൺ റിങ്ങാണ്ട് എടുക്കണില്ല. റിങ് ആവുന്നുണ്ട്. എത്ര മണി സമയത്താണ്? അതൊരു 8 മണി 8:30 വരെയൊക്കെ അടിച്ചു നോക്കി. റിങ് ചെയ്യുന്നുണ്ട്, ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 9 മണി കഴിഞ്ഞപ്പോൾ ഫോൺ റിങ് ചെയ്യുന്നില്ല. അതുവരെ റിങ് ഉണ്ടായിരുന്നു. ഇവിടെ ഇവിടുത്തെ നമ്മൾ അന്വേഷണ സമയത്ത് ഇവിടെയൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ഒരാളാണ്. ഒരു നാട്ടുകാരും അത് തന്നെയാണ് നമ്മളോട് പറയുന്നത്. ഒരു പ്രവർത്തനങ്ങളും പഠനവും ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? എവിടെയൊക്കെയായിരുന്നു പഠിച്ചിരുന്നത്? അങ്ങനെ പട്ടിക്കാട് ജാമ്യയിൽ പഠിച്ചിരുന്നു. അവിടെ തന്നെയാണ് അധികം പഠിച്ചത്. ഇവിടുന്ന് പഠിച്ചിട്ട് മലപ്പുറം ജില്ല കാവതിക്കളം അവിടെയൊക്കെ പഠിച്ചിരുന്നു. കോട്ടക്കൽ, കാവതിക്കളം, മലപ്പുറം ജില്ലയിൽ തന്നെ പഠിച്ചത്. അധികം പഠിച്ചത് അവിടുന്ന്. ഞങ്ങൾ ആ മഹലിൽ ഏതെങ്കിലും സമയത്ത് സന്ദർശിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നു? ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഓനെ കാണാൻ പോകുമായിരുന്നുണ്ടായിരുന്നു. അവിടെ താമസിച്ച് നിന്ന് പഠിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2-3 മാസം കൂടുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയി കാണുമായിരുന്നു. ഇങ്ങനെ ഒരു ദുരന്തം അവിടെ നടക്കുമെന്ന് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിരുന്നു? നിങ്ങൾ ഇല്ല, ഞങ്ങളത് ഇതാക്കിയിട്ടില്ല, അത്ര കൊളർത്തിട്ടില്ല. ആ പ്രദേശത്തുകാർ തന്നെ പറയുന്നത് വലിയ മഴയുണ്ടാകുമ്പോൾ ഞങ്ങൾക്കൊക്കെ പേടിയാണ്, ഞങ്ങൾ പലപ്പോഴും മാറി നിൽക്കും. ഇതിന് മുൻപ് ഇതേപോലെ മഴ വരുന്ന സമയത്തൊക്കെ അങ്ങനെ ഒരു കോള് നിങ്ങൾ ആ മഴയുണ്ടെന്നോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഭീതി ഉണ്ടെന്നോ അങ്ങനെ പറയുന്ന അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ളൂ ഇപ്പോൾ അവിടെ ജോലിക്ക് ചേർന്നിട്ട്. ഇപ്പോഴാണ് ഇപ്രാവശ്യം മഴ കണ്ടമാനം പെയ്തത്. ഇപ്പോഴാണ് ഞങ്ങളിങ്ങനെ വിളിച്ചത് പോയപ്പോൾ. ഇത്രേ ഉള്ളൂ. അവരുടെ മറ്റ് ഭാര്യ ഇവിടെ ഉണ്ട്. അവന് കുട്ടികളൊന്നുമില്ല, ഭാര്യ മാത്രമേ ഉള്ളൂ. ഇപ്പം എന്താ ചെയ്യുന്നത്? ഞാനിവിടെ സ്ഥിരം ജോലിക്ക് പോവുക.
ഷിഹാബ് ഫൈസി ഉസ്താദിൻ്റെ ഉമ്മയും സഹോദരിയും ഇപ്പോൾ എന്നോടൊപ്പം ഉണ്ട്. ഉമ്മ, അവസാനമായിട്ട് എപ്പോഴാണ് ഫൈസി വിളിക്കുന്നത്, മകൻ വിളിക്കുന്നത്? അന്ന് രാത്രി 10 മണിക്ക്. ഉമ്മയോടാണോ സംസാരിച്ചത്? അല്ല, ഓളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഓള് സംസാരിക്കട്ടെ വിചാരിച്ചു. പിന്നെ ഞാനങ്ങനെ പിന്നെ ഓനങ്ങനെ സംസാരിച്ചെന്ന്. എന്താണ് അവസാനമായിട്ട് 2 ദിവസം മുൻപാണ് വന്നു പോയതല്ലേ? കഴിഞ്ഞ ഇതേ ദിവസം പോകുമ്പോൾ എല്ലാവരോടും ഫോട്ടോ പോയിട്ട് വരുമ്പോൾ സലാം പറഞ്ഞിട്ടെല്ലാം പോയത്. അവിടെ നല്ല മഴയാണ് എന്നൊക്കെ പറയുമ്പോൾ സാധാരണ രീതിയിൽ അങ്ങനെയൊക്കെ പറയായിരുന്നു അവിടെ മഴ? ആ, പറയലുണ്ട്. അന്നും പറഞ്ഞിട്ടുണ്ട്. ഓന് പറഞ്ഞിട്ടില്ല, ഇങ്ങനെ സ്റ്റാറ്റസ് വെച്ചിരുന്നു മഴയാണ്, പിന്നെ പുഴയിൽ നല്ല വെള്ളം വരുന്നുണ്ട് എന്തെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ ഓള് പറഞ്ഞു ഇങ്ങോട്ട് പോരാൻ. ഓള് പറഞ്ഞു ഇവിടെ ഇത്ര ആൾക്കാർ എന്നെ വിശ്വസിച്ചിട്ടല്ല നിൽക്കുന്നത്, ഞാൻ മാത്രം അവിടെ നിന്ന് പോരാൻ പാടുണ്ടോ, ഈ ഫോൺ വെച്ചോ. അത് രക്ഷാപ്രവർത്തനത്തിനൊക്കെ ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ. മറ്റേ ഓന് മേൽമുറി നിന്ന സമയത്തും അവിടെ ഒരു പൊട്ടിയിട്ട് ഒരു നിൽക്കുന്ന പള്ളീൻ്റെ അപ്പുറം ഇപ്പുറമെല്ലാം പൊട്ടി. ആ പള്ളി മാത്രം ഒറ്റപ്പെട്ട് അങ്ങനെ നിന്ന സമയത്തും ഓനെല്ലാവരും പോയി രക്ഷപ്പെടുത്തി പള്ളീൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നാക്കി. അപ്പോൾ ഞങ്ങൾ വിളിച്ചിരുന്നു, അങ്ങോട്ട് ഞങ്ങൾക്ക് സമാധാനമില്ല, എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പറഞ്ഞ് ഇവിടെ എത്രയോ കുട്ടികളും ഉമ്മമാരും ഉപ്പമാരും ഒക്കെ ഉണ്ട്, ഞാൻ മാത്രം രക്ഷപ്പെട്ടു പോരും ഉമ്മ എന്നാണ് പറഞ്ഞത്. വീട് നിർമ്മാണം അങ്ങനെയൊക്കെ ഉണ്ടോ, പദ്ധതിയിലുണ്ടായിരുന്നു കേട്ടു? ആ, വീട് നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ആഗ്രഹമാണത്, പക്ഷെ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എനിക്ക്. എങ്ങനെയായിരുന്നു ഒരു ഇക്കാക്കയാണോ അതോ അനിയൻ? അനിയനാണ്. എങ്ങനെയായിരുന്നു പിന്നെ അദ്ദേഹം വിളിക്കുക ലാസ്റ്റ് അവസാനമായിട്ടുണ്ടായിരുന്നു? അന്ന് രാത്രി ഞാൻ അങ്ങോട്ട് വിളിക്കായത്. അപ്പോൾ അവിടെ നിങ്ങൾ അങ്ങോട്ട് വിളിക്കുക? ആ, അപ്പോൾ മഴയാണ് എന്നാണ് പറഞ്ഞത്, ഭയങ്കര മഴയാണ്. ഇവിടെ ഈ നാട്ടുകാർക്കിടയിലൊക്കെ അദ്ദേഹത്തിന് നല്ല ഒരു സ്വീകാര്യനും പൊതുപ്രവർത്തനം, നല്ല അഭിപ്രായങ്ങളും, കുട്ടികളെ പഠിപ്പിക്കുന്ന കുട്ടികൾ വരെ ഒന്ന് ഭയങ്കര കാര്യത്തിൽ അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്ന ഭയങ്കര കരച്ചിലും പോകണ്ട ഉസ്താദ് എന്നും പറഞ്ഞിട്ട്, ജനങ്ങൾക്കും അതെ ഉസ്താദ് ഇവിടെ നിന്ന് പോകണ്ടെന്ന് പറഞ്ഞിട്ടുള്ള നല്ല അഭിപ്രായങ്ങളായിരുന്നു അതിനെക്കൊണ്ട്. ആ പ്രദേശത്തൊക്കെ വയനാട് കാണാൻ പോകാന്നുള്ള സമയത്ത് അങ്ങനെയൊക്കെ പോകാറൊക്കെ ഉണ്ടായിരുന്നു? ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. ചെറിയ മോൻ വരുന്ന സമയത്ത് അവനെ കൂട്ടാൻ പോയിട്ടുണ്ട്. അന്നേരം ഞങ്ങളെ പള്ളി ആ പരിസരം അതിൻ്റെ മുന്നേ അവിടെ പൊട്ടിയിട്ട് അവിടെ ഒരു പാടീൻ്റെ എല്ലാം മേലെ കൂടി ഇപ്പോൾ റോഡുണ്ടായിരുന്നത് അന്ന്, ഗ്രൗണ്ടല്ല, അതെല്ലാം കാണിച്ചു തന്നെ. അവിടെയാണ് ആദ്യം ഉരുൾ പൊട്ടിയിട്ട് പിന്നെ പാടിയെല്ലാം ഇരുന്ന് പോയ സ്ഥലമാണ്. അന്നേരം ഞങ്ങൾ പറഞ്ഞു ഇത്രയും ദൂരം വന്നിട്ട് ഓനോട് പറഞ്ഞ്, ആദ്യം ഓന് മേൽമുറി എന്ന സമയത്ത് അവിടെ ഉരുൾ പൊട്ടി, ഇപ്പോൾ ഈ മലമ്പ്രദേശത്ത് തന്നെയായി പോകുന്നത്. സാറില്ല, അതൊക്കെ നമുക്ക് വരുമ്പോൾ എല്ലാവർക്കും പടച്ച എങ്ങനെ കണക്കാക്കുന്നത് അതുപോലെയല്ലേ വരുള്ളൂ എന്നെഴുതി. ഇത്ര ദൂരത്ത് പോകണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി? ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പോണ സമയത്ത് പറഞ്ഞിരുന്നു അവിടേക്ക് വേണ്ട വേറെ എവിടെയെങ്കിലും നോക്കി നോക്കിയെന്ന്. മുണ്ടക്കൈ ദുരന്തത്തിൽ ഉടയപ്പള്ളിയിൽ ഇമാമായിരുന്ന എസ്കെഎസ്എഫിൻ്റെ ക്ലസ്റ്റർ സെക്രട്ടറി കൂടിയായ ഷിഹാബ് ഫൈസിയുടെ വീട്ടിലാണ് ഞങ്ങളുള്ളത്. അദ്ദേഹത്തിൻ്റെ ആ മരണത്തിൽ കുടുംബത്തിന് സമാധാനം അള്ളാഹു അദ്ദേഹത്തിന് മാഫിറത്തും മർഹമത്തൊക്കെ നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ഇത്തരത്തിൽ ദുരന്തങ്ങൾ തൊട്ടൊക്കെ അള്ളാഹു നമ്മെ എവരെയും കാത്തുരക്ഷിക്കുകയും ചെയ്യട്ടെ. അതിൽ നിരവധി ആളുകൾ മരണപ്പെട്ടു. നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിന് ഏറ്റവും വലിയ ദുരന്തമാണ് ഈ ദുരന്തം, നമുക്കറിയാം. നിരവധി ആളുകൾ മരണപ്പെടുകയും കുറേ അവരുടെ വീടുകളും ഒക്കെ നഷ്ടപ്പെട്ടു. കുറേ ആളുകൾ ചികിത്സയിലുണ്ട്. മരണപ്പെട്ടവർക്കൊക്കെ തന്നെ അള്ളാഹു മാഫിറത്ത് മർഹമത്ത് നൽകട്ടെ, ഷഹീദിൻ്റെ കൂലി നൽകട്ടെ. ചികിത്സയിലുള്ളവർക്ക് എത്രയും പെട്ടെന്ന് പൂർണ്ണമായ ഷിഫയും സലാമത്ത് നൽകട്ടെ. ഇത്തരത്തിലുള്ള ദാരുണമായ
പ്രയാസങ്ങളിൽ നിന്ന് നമ്മളെ എല്ലാവരെയും നമ്മുടെ നാടിനെയും സമൂഹത്തെയും എല്ലാം അല്ലാഹു രക്ഷപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്. ഇവിടെ ആദരണീയനായ തങ്ങൾ അറിയിച്ചതുപോലെ നമ്മളെല്ലാവരെയും വളരെ ദുഃഖത്തിലാഴ്ത്തി ശിഹാബ് ഫൈസി ഉൾപ്പെടെയുള്ള 300ഓളം വരുന്ന സഹോദരങ്ങൾ നമ്മളിൽ നിന്ന് ഈ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് നിർവഹിക്കാനുള്ളത് ആ കുടുംബങ്ങളെ സമാധാനിപ്പിക്കുകയും മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്യുക എന്നതാണ്. അതോടൊപ്പം സംഘടന എന്ന നിലക്ക് നമ്മുടെ ഈ ദുരന്ത പ്രദേശങ്ങളിലൊക്കെ ഇത് അറിഞ്ഞ സമയം മുതൽ തന്നെ SKSFൻ്റെ വിഖായ വളണ്ടിയർമാരുടെ നിരന്തരമായ സേവനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെയും ഇന്നുമായി നാളെയൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മുടെ SKSFൻ്റെ ഇബാദിൻ്റെ പ്രവർത്തകന്മാരൊക്കെ എത്തി വളരെ മാനസികമായി തളർന്നുപോയ കുടുംബങ്ങൾക്ക് കൗൺസിൽ ഉൾപ്പെടെയുള്ള വിവിധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതിന് സജ്ജരായ ടീം ഇവിടെ നിലവിലെത്തിയിട്ടുണ്ട്. ഇനിയും ധാരാളം ടീം നാളെ പുലർച്ചയോടുകൂടെ ഇവിടെ എത്തുകയാണ്. സംസ്ഥാന ഇബാദ് സമിതിയുടെ ആഭിമുഖ്യത്തിലും അതുപോലെ നമ്മുടെ വിവിധങ്ങളായ വിങ്ങുകളുടെ ആളുകളൊക്കെ എത്തി അവരെ മനസ്സിനെ പിടിച്ചു നിർത്തുവാനുള്ള ഒരു കരുത്ത് നൽകാനുള്ള വിവിധ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതോടൊപ്പം വളരെ ആവശ്യവും വളരെ അവർക്ക് അത്യാവശ്യവുമായിട്ടുള്ള വിവിധ പാക്കേജുകളെ പറ്റിയൊക്കെ ഇൻഷാ അല്ലാഹ് സംഘടന ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം അല്ലാഹു റാഹത്തിലാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദുരന്തത്തിൽ എല്ലാവിധ ദുഃഖവും രേഖപ്പെടുത്തലോടുകൂടെ അല്ലാഹു എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. സഹോദര സമുദായത്തിൽപ്പെട്ട മയ്യത്തുകളോട് അല്ലാഹു തആല കരുണ കാണിക്കട്ടെ. ദുരന്തത്തിൽപ്പെട്ട് പ്രയാസപ്പെട്ട് കഴിയുന്ന അവരുടെ കുടുംബങ്ങളിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും അല്ലാഹു നല്ല ക്ഷമയും സമാധാനവും പ്രദാനം ചെയ്യട്ടെ. ഈ ഒരു വലിയ പ്രതിസന്ധിയെ തരണം ചെയ്യാനുള്ള മാനസികമായ അവസ്ഥ അല്ലാഹു തആല അവർക്ക് പ്രദാനം ചെയ്യട്ടെ. ഉസ്താദിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് വളരെ ദയനീയമായിട്ടാണ് പറയാനുള്ളത്. ഉസ്താദ് ഫസ്റ്റ് പൈസയായിട്ട് ആ കോട്ട് വാങ്ങിയിട്ട് ഫസ്റ്റ് ജോയിൻ ചെയ്തത് മേൽമുറി എന്ന് പറയുന്ന മഹലിലാണ്. അവിടെ അന്ന് ഉസ്താദ് വന്ന സമയത്ത് അന്ന് മഹലിൻ്റെ സെക്രട്ടറി ആയിരുന്നു ഞാൻ. 7 വർഷത്തോളം അവിടെ സെക്രട്ടറി ആയിട്ട് സേവനം അനുഷ്ഠിച്ചാൽ ആ കാലയളവിലൊക്കെ ഉസ്താദ് അവിടെ തന്നെ ആയിരുന്നു. ഇടക്കാലത്ത് വെച്ചിട്ട് അദ്ദേഹത്തിന് വിദേശത്തേക്ക് പോകണം എന്നുള്ള ഒരാഗ്രഹം തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ വിട്ടത്. അങ്ങനെ വിദേശത്ത് പോയി നിന്ന് അത് കഴിഞ്ഞ് വന്നിട്ടാണ് ഇപ്പോൾ ഈ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്ത് ജോലിക്ക് കയറിയത്. ഏതായിരുന്നാലും ഞങ്ങളുടെ നാട് വളരെ ദയനീയമായിട്ടുള്ളൊരു നാടായിരുന്നു. 2018 ഉരുൾപൊട്ടുന്ന സമയത്ത് ഈ പറഞ്ഞ ഉസ്താദ് അവിടെ സ്ഥലത്തുണ്ട്. എല്ലാവരെയും ജാതി മതഭേദമന്യേ എല്ലാവരെയും മദ്രസയിലേക്ക് പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ വേണ്ട രീതിയിലുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്ത ഒരു ഉസ്താദായിരുന്നു. തന്നെയുമല്ല ഞങ്ങളുടെ നാട്ടുകാർക്ക് അവിടെ ജാതിയോ മതമോ നോക്കാതെ എല്ലാവർക്കും ഭയങ്കര മാനീയമായിട്ടുള്ള ഇപ്പോഴും ഞങ്ങളെ ഉസ്താദ് അവിടുന്ന് പോയിട്ടില്ല എന്നുള്ളതാണ്. അവിടുന്ന് വന്നിട്ടിപ്പോൾ ഏകദേശം ഒരു 3-4 വർഷത്തോളമായി. ഇപ്പോഴും അവിടെ ഒരു മരണം, അതല്ലെങ്കിൽ ഒരു നിക്കാഹ്, അതല്ലെങ്കിൽ എന്തൊരു പരിപാടി ഉണ്ടെങ്കിലും ആര് വിളിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെയെങ്കിലും അറിഞ്ഞാൽ കൃത്യമായിട്ട് ആ മേൽമുറിയിലെത്തും. ആ മേൽമുറി എന്ന് പറയുന്ന പ്രദേശത്ത് ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഉസ്താദ് അവിടുത്തെ ഒരു ഹതീബായിട്ട് എല്ലാവരും അവിടെ നിന്നിരുന്നത്. അവിടെയുള്ള കുടുംബത്തിലുള്ള ഒരാളെ പോലെയാണ് ഇപ്പോഴും അവിടെ എല്ലാ ജാതി മതസ്ഥർക്കും വളരെ സങ്കടപരമായ ഒരു അവസ്ഥയാണ്. എനിക്ക് ഇവിടെ വന്നപ്പോൾ തോന്നുന്നു അത്ര തന്നെ ഇവിടെ ഇല്ല എന്നാണ് തോന്നുന്നത്. ഉസ്താദിൻ്റെ നാട്ടിലില്ല എന്നാണ് തോന്നുന്നത്. മേൽമുറിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു ദുരൂഹ മരണമാണ് ഉസ്താദിന് ഉണ്ടായിട്ടുള്ളത്. ആ ഉസ്താദിൻ്റെ മരണത്തിൽ മേൽമുറി മഹലിലെ എല്ലാവരും ആ ദുഃഖത്തിൽ പങ്കെടുക്കുകയാണ്. നമുക്ക് വേണ്ടപ്പെട്ടൊരു സുഹൃത്തായിരുന്നു മരണപ്പെട്ടത്. ഇവിടെ പല കാര്യങ്ങളും തുടങ്ങി വെച്ചിട്ടാണ് ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോയത്. ഇന്നിതുവരെ ഒന്നും സാധിച്ചിട്ടില്ല. ഇപ്പം നമുക്ക് സങ്കടത്തിലും വിഷമത്തിലും നാടാകപ്പാടെ ഭയങ്കര വിഷമത്തിലാണ്. എല്ലാവർക്കും വേണ്ടി ഒരു സുഹൃത്തായിരുന്നു. എല്ലാവരും നാട്ടിനും എല്ലാ കാര്യങ്ങൾക്കും വളരെ റാഹത്തായിട്ട് ഓരോരോ കാര്യങ്ങൾ നടത്തി പോകുന്നതായിരുന്നു. ഇപ്പം മരണപ്പെട്ട ശേഷം വീട്ടിലൊക്കെ ഭയങ്കര സങ്കടത്തിലും നാടിന് തന്നെ ഭയങ്കര സങ്കടത്തിലാണുള്ളത്. വീടിൻ്റെ പണിയാണെങ്കിൽ ഒരു ഇതിലും ചെയ്യാത്തൊരു കോലത്തിലാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. എല്ലാം ഈ മൂപ്പര് ഇങ്ങനെ ജോലിയെടുത്ത് ഇപ്പോൾ 2 വർഷത്തോളമായി അവിടെ ജോലി ചെയ്യുന്ന ആ ജോലിയിലാണ് ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് വേണം ഈ കുടുംബം പോറ്റണമെങ്കിൽ. ഇപ്പം വലിയ വിഷമത്തിലാണ്, കഷ്ടത്തിലാണ്, എന്താ പറയേണ്ടതെന്ന് തിരിയുന്നില്ല. അത്ര സങ്കടത്തിലാണ്. നാടൊട്ടാകെ ഭയങ്കര വിഷമത്തിലാണ്. കാരണം ഇത് അന്വേഷിച്ച് നടന്ന് 2 ദിവസത്തോളം കാണാതെയായിട്ട് പിറ്റേന്ന് രാവിലെ 10 മണിക്കാണ് ഇങ്ങനെ ജനാസ കിട്ടുന്നത്. ഭയങ്കര വിഷമത്തിലാണ് എല്ലാവരും. ഈ നാടൊട്ടാകെ ഭയങ്കര സങ്കടത്തിലാണ്. അതിനുള്ള ഒരു സംഗതി എന്താണെന്നുള്ളത് അതിന് വേണ്ട ആൾക്കാർ കൂടിയിട്ട് എന്താ ചെയ്തു കൊടുക്കണം എന്നേ നമുക്ക് പറയാനുള്ളൂ. എൻ്റെ കൂടെ മേൽമുറിയിൽ
മലപ്പുറത്ത് നിന്ന് പഠനം കഴിഞ്ഞ് പട്ടിക്കാട് നിന്ന് പഠനം കഴിഞ്ഞിട്ട് നേരെ വന്ന് അവിടെ ഞാൻ കൊണ്ടുപോയി എൻ്റെ കൂടെ 6 വർഷം ഞങ്ങൾ രണ്ടുപേരും മുൻപ് ജോലി ചെയ്താണ്. അപ്പം ലാസ്റ്റ് അവസാനമായി കണ്ടത് കഴിഞ്ഞ ആഴ്ച അവിടെ ഒരു ഉമ്മ മരണപ്പെട്ടതിന് പിറ്റേന്ന് ഉമ്മ വന്നു, മൂപ്പരവിടെ വന്നു. അന്ന് കണ്ട് വർത്താനം പറഞ്ഞു എന്നോട് തന്നെ പോട്ടെ എന്ന് പറഞ്ഞ് പോകുന്നതാണ്. ഇടയ്ക്ക് വന്ന് പെടാറുണ്ട്. ഒരു വീടെടുക്കുന്നുണ്ട് മൂപ്പര് ബത്തേരി. അതിൻ്റെ കുറ്റടിക്കൽ കർമ്മത്തിനും കട്ടൽ വെക്കലിനും വാർപ്പിനും ഇതൊക്കെ എന്നെ ക്ഷണിച്ചിരുന്നു. പോകാൻ പറ്റിയില്ല. ഞങ്ങളവിടെ നിൽക്കുന്ന സമയത്ത് എപ്പോഴും എൻ്റെ വീട്ടിൽ വരും. എല്ലാ ആഴ്ചയും ശനിയാഴ്ച വന്ന് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ പോകാറ്. അതുപോലെ എൻ്റെ വീടിൻ്റെ ഒരു അടുക്കളയുടെ ജോലി ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഇന്ന് വന്ന് എന്നെ സഹായിച്ചിട്ടുള്ള ഒരാളാണ്. എല്ലാം കൊണ്ടും ഞങ്ങൾ എനിക്ക് എന്താ പറയുക, നിങ്ങൾ കൂടെ ജോലി ചെയ്ത ആളാണല്ലോ. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടറൊക്കെ എന്തായിരുന്നു, ഒരു സ്വഭാവം? എപ്പോഴും ഒരു പുഞ്ചിരിക്കുന്ന സ്വഭാവമാണ്. ഒരാളോടും ഒരു ദേഷ്യം പിടിച്ചു എന്ന് പറഞ്ഞ് ഞാൻ കേട്ടില്ല. എന്നോട് ഞങ്ങൾ 6 വർഷം ഒന്നിച്ച് പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന അങ്ങോട്ട് നിൽക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞൊരവസ്ഥ ഉണ്ടായില്ല. മൂപ്പര് ഞാൻ അവിടെ കൊണ്ടുവന്ന് പിന്നെ മൂപ്പര് ഖത്തീബായിട്ടും ഞാൻ മദ്രസയിൽ നിന്നിട്ടും ഞങ്ങൾ ഒന്നിച്ച് ജോലി ചെയ്തിട്ടും പിന്നെ കൂടെ ഒരു മതിലും ഉണ്ടായിരുന്നു. ഒരു പ്രശ്നം ഉണ്ടായില്ല, ഞങ്ങൾ തമ്മിൽ ഒന്നും ഉണ്ടായില്ല. വളരെ സൗമ്യമായിട്ട് എപ്പോഴും ചിരിച്ചുകൊണ്ടാണ്. നമ്മുടെ ഈ നാടുമായിട്ട് നല്ലൊരു ബന്ധമായിരുന്നു. അതോടൊപ്പം തന്നെ ആ മഹലിൻ്റെ പ്രവർത്തനത്തോടു കൂടി തന്നെ ഈ മഹലിൻ്റെ പുരോഗതിക്കും വേണ്ടി ഏത് സമയത്തും സജീവമായി തന്നെ ഉണ്ടാവും. കാരണം മൂപ്പര് പ്രവർത്തനം ജോലി എവിടെയാണെങ്കിലും മൂപ്പര് കുടുംബം കാര്യങ്ങളൊക്കെ ഇവിടെയാണല്ലോ. അപ്പോൾ എല്ലാ രീതിയിലും മൂപ്പര് എല്ലാ പ്രവർത്തനത്തിലുണ്ടായിരുന്നു. കാരണം ജനങ്ങളുമായി സജീവമായിട്ടുള്ളൊരു ബന്ധമുള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഇവിടെ നിൽക്കാതെ ഇതേ രീതിയിൽ തന്നെ ആൾക്കാരുണ്ട് കൂടിക്കൊണ്ട് വന്നും പോയും എല്ലാ രീതിയിലുള്ളത്. ദീനീപരമായിട്ടും പൊതുജനങ്ങളോടുമൊക്കെ നല്ല പ്രവർത്തനം, നല്ല പെരുമാറ്റം, നല്ല ഇതുമായിട്ട് ചെറുപ്പം മുതൽ ഇവിടെ ജീവിച്ച ആളാണ്. അപ്പോൾ അവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ഇവിടെ മഹലിൻ്റെ കമ്മിറ്റി അംഗമാണ്, ഈ മഹലിൻ്റെ ഓഡിറ്ററാണ്. ചെക്കപ്പും കാര്യവും എല്ലാ ദീനീ കാര്യങ്ങളിലൊക്കെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. നാടിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ ഇഷ്ടപ്പെട്ട ആൾ എല്ലാവർക്കും. മൂപ്പര് അന്ന് അവിടെ മൂപ്പരുടെ കൂട്ടുകാരൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഈ റേഞ്ചിൻ്റെ ആൾ. അപ്പോൾ അരിപൈസി എന്ന് പറയുന്ന ആൾ ചേരമ്പാടിക്കാരനാണ്. അന്ന് മൂപ്പര് പറഞ്ഞു നമുക്കിവിടെ നിന്ന് നിൽക്കാം, നാളെ ഒന്നിച്ചു പോവാം, മഴയല്ലേ ലീവല്ലേ എന്ന് ഈ ഇദ്ദേഹത്തോട് പറഞ്ഞു. ഷാബ് നമുക്ക് പോവാം, ഇന്ന് മഴയല്ലേ എന്ന് പറഞ്ഞ് ഈ മൂപ്പര് നിർബന്ധിച്ചു. അല്ല ഞങ്ങൾ 2 ആളും കൂടി പോകണം മോശമല്ലേ എന്ന് പറഞ്ഞിട്ട് മൂപ്പര് അവിടെ നിന്നതാണ്. ഈ മൂപ്പര് പോരുകയും ചെയ്തു.